സോ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഫ്യൂഡലിസം ആൻഡ് ദ മെഡീവൽ വേൾഡ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു വൺ ഷോട്ട് ക്ലാസ് ആണ് ഇത്. എനിക്കറിയാം കുറച്ച് ലേറ്റ് ആയിപ്പോയി, 10ാം ക്ലാസ്സുകാരുടെ പോർഷൻ തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളിലായതുകൊണ്ടാണ് നിങ്ങളുടെ ക്ലാസ് ലേറ്റ് ആയത്. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ പാർട്സ് ആയിട്ടൊന്നും ഇടുന്നില്ല, ഒറ്റ ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ പറയുന്ന ഫ്യൂഡലിസം ആൻഡ് ദ മെഡീവൽ വേൾഡ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. വലിയൊരു ചാപ്റ്റർ എന്ന് മാത്രമല്ല, ഇതിൽ പറയുന്ന പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയെ പറ്റി അല്ല നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡീവൽ വേൾഡ്. അതായത് ഞാൻ ആദ്യം കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലാണ് ഈ പറയുന്ന ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഇനി ഈ പറയുന്ന ഈ ചാനലിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇവിടെ പഠിക്കാനുള്ളത്. മിഡീവൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം നൂറ്റാണ്ട് തൊട്ട് ഏതാണ്ട് 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ വർഷം 2026, എന്നാൽ 500 മുതൽ 1500 എന്ന് പറയുന്ന വർഷത്തിനിടയ്ക്ക് നമ്മുടെ യൂറോപ്പ്, അതുപോലെ ആഫ്രിക്ക, അതുപോലെ മിഡിൽ ഈസ്റ്റ്, നമ്മുടെ അറേബ്യൻ പെനിൻസുല, അതുപോലെ ഏഷ്യ, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന പുതിയ രാജവംശങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന ഒരു സ്കീം അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ ആര് തന്നെയാണ്, രാജാവ് തന്നെയാണ്. ഏറ്റവും മുകളിൽ രാജാവ് തന്നെയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ കൺട്രോളിൽ ഫുള്ള് രാജാവിൻ്റെ കയ്യിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. രാജാവിൻ്റെ കയ്യിലുള്ള രാജ്യങ്ങളെ നാട്ടുരാജ്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഓരോ നാട്ടുരാജ്യത്തിനും ഒരു നാടുവാഴി ഉണ്ടാകും. അതിനാണ് നമ്മൾ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാടുവാഴി എന്ന് പറയുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, പട്ടാളത്തിന് മെയിൻറ്റെയിൻ ചെയ്യുക, മറ്റു കാര്യങ്ങൾ നോക്കുക, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ നാടുവാഴിയായിരിക്കും ചെയ്യുന്നത്. അതുപോലത്തെ ഓരോ നാടുകളുണ്ടാവും. ഈ നാടൊക്കെ ഈ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ കീഴിൽ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന രാജ്യത്ത് ഏറ്റവും മുകളിൽ രാജാവ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ലോർഡ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. നിങ്ങൾ ഫ്യൂഡലിസം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, മാടമ്പി എന്നൊരു മലയാളം വാക്ക് ഇത് പറഞ്ഞ ഫ്യൂഡലിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് രാജാവിന് പട്ടാളവും മറ്റു സപ്പോർട്ടും കിട്ടാൻ വേണ്ടിയിട്ട് രാജ്യത്തിനകത്തുള്ള സ്ഥലങ്ങൾ ഒരാൾക്ക് എഴുതി കൊടുക്കുന്നു. ഇതിനെയാണ് ഫ്യൂഡ് എന്ന് വിളിക്കുന്നത്, ജർമ്മൻ വാക്ക. അതിൽ നിന്നാണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്ന കാര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ഫ്യൂഡലിസം വളർന്ന് വന്നൊരു കാലഘട്ടം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്യൂഡലിസം തകരുന്നു, വീണ്ടും രാജാക്കന്മാരൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഐഡിയ കിട്ടി കാണുമല്ലോ. ഇവിടെ കണ്ടോ, ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഒരു ലോഡ്, മാനോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് താമസിക്കുന്ന സ്ഥലമൊന്നും. അതായത് ഇത്രയും സ്ഥലം ഈ പറയുന്ന ലോഡിൻ്റെ കയ്യിലായിരിക്കും. അതായത് ഇവിടെയുള്ള ആൾക്കാർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലോഡിനെ ആശ്രയിക്കും. ഒരു നാടുവാഴി രാജാവ് അതുപോലെ ഇവിടെ ഫാംസ് ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ ആൾക്കാർ കൃഷി ചെയ്യണം. അതിൻ്റെ ഫലം എല്ലാത്തിൻ്റെയും ഒരു പങ്ക് ആർക്ക് കൊടുക്കണം, ലോഡിന് കൊടുക്കണം. ലോഡ് അതിൽ നിന്ന് ആർക്ക് കൊടുത്തോളും, നമ്മുടെ രാജാവിന് കൊടുത്തോളും. ലോഡിന് സ്വന്തമായിട്ട് ആർമിയും കാര്യങ്ങൾ, അതായത് പട്ടാളവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഔട്ട്ലൈൻ ഓഫ് എ മാനോറിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ കാര്യത്തിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മിഡീവൽ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ മിഡീവൽ കാലഘട്ടത്തിൽ നിന്നിരുന്ന എക്കണോമിക്കും സോഷ്യലും പൊളിറ്റിക്കലുമായ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. മിഡീവൽ യൂറോപ്പിലാണ് ഇതുണ്ടായിരുന്നത്. പിന്നീട് ഫോളോയിങ് ദ കൊളാപ്സ് ഓഫ് ദ വെസ്റ്റേൺ റോമൻ എംപയർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ വെസ്റ്റേൺ റോമൻ എംപയർ? ഈ ചാപ്റ്റർ പാടാകുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളതല്ലാതെ ഇത് എന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ആദ്യമായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ബുദ്ധിമുട്ടാകും. സോ ഞാൻ ഇത് ആദ്യം നിങ്ങൾക്കൊരു കഥ പോലെ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ കഥ പോലെ കാര്യം പറഞ്ഞു തന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് പഠിക്കാം. എന്നാൽ ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഓക്കെ, ഫ്യൂഡലിസം എന്ന് പറയുന്നത് ജർമ്മൻ വാക്കായ ഫ്യൂഡിൽ നിന്നാണ് വരുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, പീസ് ഓഫ് ലാൻഡ് എന്നാണ്. അതായത് ലാൻഡ് ദാനം ചെയ്യുന്നു, ആ ലാൻഡിൽ കൃഷി ചെയ്യുന്നു, അതാണ് സംഭവം എന്ന് പറയുന്നത്. ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫ്രാൻസിലാണ്, പിന്നീട് ഇംഗ്ലണ്ടിലോട്ടും ഇറ്റലിയിലോട്ടും ഒക്കെ ഇത് സ്പ്രെഡ് ചെയ്യുന്നു. ഫ്യൂഡൽ കാലഘട്ടത്തിൽ നമുക്ക് ജനങ്ങളെ 3ആയിട്ട് തിരിക്കാൻ പറ്റുമായിരുന്നു: ക്ലർഗി, നോബിൾ, പെസൻസ്. ക്ലർഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതന്മാരെന്നാണ്. ഓക്കെ, നോബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ഈ പറഞ്ഞ ഉന്നതരായിട്ടുള്ള ആൾക്കാർ. പെസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, സാധാരണക്കാരാണ്. ഇവർക്ക് എല്ലാവർക്കും മുകളിലാണ് ആരെന്ന് പറയുന്നത്, രാജാവ് എന്ന് പറയുന്ന ആൾ ഉള്ളത്. ഓക്കെ, കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് മാറും. അതായത് വീണ്ടും രാജാവ് തന്നെ ഫുൾ പവറിലോട്ട് തിരിച്ചു വരും. അത് പിന്നീട്. ഓക്കെ, അപ്പോൾ നോക്കി, ഇൻ ഫ്യൂഡലിസം കിങ് ഓൺഡ് ഓൾ ദ ലാൻഡ്, അല്ലെ, രാജാവിൻ്റെ കയ്യിലാണ് എല്ലാ ലാൻഡും ഉള്ളതും. രാജാവ് എന്ത് ചെയ്യും, അത് ലോഡുകൾക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്, രാജാവിന് ലോയലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, മിലിറ്ററി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ആവശ്യമുള്ള സമയത്ത് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് രാജാവ് ലാൻഡ് ഇവർക്ക് പതിച്ച് കൊടുക്കും. ഈ പറയുന്ന നോബിൾസിന് ആർമി ഉണ്ടാക്കാൻ, അതുപോലെ അതിനെ നോക്കി നടത്താൻ, അവിടുത്തെ ന്യായം മെയിൻറ്റെയിൻ ചെയ്യാനും, സ്വന്തം കറൻസി നിർമ്മിക്കാനും വരെയുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നാടുവാഴിയായി മാറിയല്ലോ.
ഈ ഫ്യൂഡൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ വരുന്നതാണ് പെസൻസ്. ഓക്കെ, പെസൻസിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുക, ഈ പറയുന്ന ആരൊക്കെ, ഈ പറയുന്ന ക്ലർഗിയെയും നോബിൾസിനെയും തീറ്റിപ്പോറ്റി, എന്നിട്ട് ഇവർക്ക് പകരം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പെസൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇൻഡിപെൻഡൻറ്റ് പെസൻസും ഉണ്ട്, സ്ലേവ്സും ഉണ്ട്. കുറച്ചെങ്കിലും സ്വന്തമായിട്ടുള്ള അവകാശങ്ങളുള്ളവരാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പെസൻസ് എന്ന് പറയുന്നത്, സാധാരണ നാട്ടുകാർ. സ്ലേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു അവകാശം ഉണ്ടാവത്തില്ല. അവർക്ക് യാത്ര ചെയ്യാനോ ഈ പറയുന്ന സ്ഥലം വിട്ടുപോകാനോ ഒക്കെ എന്താണ് റെസ്ട്രിക്ഷൻസ് ഉള്ളവരാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്ലേവ്സ് എന്ന് പറയുന്ന പെസൻസിനും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥിതി ഉണ്ടായത് എപ്പോൾ തൊട്ടെന്നാണ് പറയുന്നത്, ഫോളോയിങ് ദ കൊളാപ്സ് ഓഫ് ദ വെസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ റോമൻ എംപയറും എൻ്റെ കൊളാപ്സും ഒക്കെ നമ്മളൊന്ന് അറിയണ്ടേ, നമുക്ക് അതിലോട്ടൊന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫ്യൂഡലിസത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ മിഡീവൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇവിടെ രാജാവിൻ്റെ കയ്യിലുള്ള ലാൻഡ് ഓരോ പ്രമുഖന്മാർക്ക് അല്ലെങ്കിൽ തടിമിടുക്കുള്ള നല്ല കഴിവുള്ള ആൾക്കാർക്ക് പതിച്ചു കൊടുക്കുന്നു. ആ ലാൻഡ് നോക്കി നടത്തുന്ന അവരാണ്, അത് അവരുടെ നാട്ടുരാജ്യമാണ്. അവിടെ അവർക്ക് സ്വന്തമായി പട്ടാളം നടത്താം, കൃഷി ചെയ്യാം, നീതിന്യായം കോടതിയൊക്കെ തന്നെ ആരാണ്, എല്ലാം പറയുന്ന ആരാണ്, മാടമ്പി തന്നെയാണ്. അവിടുത്തെ ജനങ്ങളുടെ അവകാശവും ആർക്ക് തന്നെയാണ്, ഈ പറയുന്ന മാടമ്പിക്ക് തന്നെയാണ്. ഇതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്യൂഡലിസത്തിൽ 3 ആൾക്കാരാണ് വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലർഗി, നോബിള്, പെസൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ്, ഈ പറയുന്ന പുരോഹിതന്മാർ. കാരണം ദൈവഭക്തി ഉള്ളവരായിരുന്നു. അപ്പോൾ പുരോഹിതന്മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കും. പിന്നെ നോബിൾസ് ആണ്, അത് കഴിഞ്ഞ് വരുന്നതാണ് പെസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പെസൻസിനകത്താണ് ഇൻഡിപെൻഡൻറ്റ് പെസൻസും ഉണ്ട്, സ്ലേവ്സും ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പെസൻസ് ഇവിടെ തീരുക. ഓക്കെ, ഇനി പെസൻസിൻ്റെ കണ്ടീഷൻസ് നോക്കിയേ. ദേ ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ലാൻഡ്. അവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഇല്ല. ലാൻഡൊക്കെ ആരെയില്ല, ലോഡിൻ്റെ കയ്യില. ദേ ഹാഡ് ടു വർക്ക് ഓൺ ദ ഫാംസ് ആൻഡ് ഇൻ ദ ഹൗസസ് ഓഫ് ദ നോബിൾസ്. അല്ലേ, ജോലി ചെയ്യാനാണ് ഒരു ജോലി. ദേ ഡു നോട്ട് റിസീവ് ദ വേജസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ, കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫലം ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലോഡ്സിന് കൊടുക്കണം. അതാണ് അവിടുത്തെ രീതി എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് ഹാവ് ദ ലാൻഡ്, ദേ ഡു നോട്ട് ലീവ് ദ ലാൻഡ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ നോബിൾസ്. അല്ലെ, നോബിൾസിൻ്റെ അവകാശമില്ലാതെ പുറത്തു പോകാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. ഇതാണ് ആരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, പെസൻസിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ പെസൻസിൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത്. ഐഡിയ കിട്ടി കാണുമല്ലോ. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ബൈ ദ 40th സെഞ്ച്വറി, 14ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഫ്യൂഡലിസം എന്ത് ചെയ്തു, അവസാനിച്ചു. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ പഠിക്കും. ഇതിൻ്റെ ബാക്കി ഒന്നുള്ളത് നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഹ്യൂമനിസത്തിൽ പഠിക്കും. അപ്പോൾ ഫ്യൂഡലിസം തകർന്നു. എന്തൊക്കെ കൊണ്ട് തകർന്നു വെച്ചാൽ, ഒന്ന് ക്ലൈമറ്റിക് ചേഞ്ച് കാരണം കൃഷി മൊത്തം മാറിപ്പോയി. അപ്പോൾ പിന്നെ എന്താണ്, കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന ലോഡുകൾക്കൊന്നും കിട്ടാനില്ല. മെറ്റൽ കോയിൻസ് ഇല്ലാതായി, സ്വന്തമായിട്ട് മിൻറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുമൊക്കെ വന്നു. സ്ട്രെങ്തനിങ് ഓഫ് ദ മൊണാർക്ക്, അതായത് രാജാക്കന്മാർക്ക് വിവരം വന്നു. ഇവന്മാർ, അതായത് നാടുവാഴികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവിനേക്കാളും വലിയ ആൾക്കാരായി. അപ്പോൾ രാജാക്കന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ തിരിച്ചു പിടിച്ച് അവരുടെ കൺട്രോൾ കുറയ്ക്കാനായിട്ട് തുടങ്ങി. അതുപോലെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു പ്ലേഗ് വന്നതോടുകൂടി ഈ നാട്ടും പുറത്തുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരുപാട് വലിയ തോതിൽ മരിച്ചു. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു, നാട് വിട്ടിട്ട് മറ്റു സ്ഥലങ്ങളിലോട്ട്, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലോട്ട് ചേക്കേറി. ഇൻവെൻഷൻ ഓഫ് ഗൺ പൗഡർ. അപ്പോൾ ഈ പറഞ്ഞ ഗൺ പൗഡർ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ രാജാക്കന്മാർക്ക് തന്നെ സ്വന്തമായിട്ട് നല്ലൊരു ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടി മതി. അല്ലെങ്കിൽ അവർ തുടങ്ങി, എന്ത് വേണ്ട, ഈ പറഞ്ഞ ലോഡുമാരുടെ ആർമി വേണ്ട, സ്വന്തമായിട്ട് രാജാക്കന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി, രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പട്ടാളത്തെ നിർമ്മിക്കാൻ തുടങ്ങി. ക്രൂസൈഡ്സ് അഥവാ കുരിശ് യുദ്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ നടന്നൊരു യുദ്ധമാണ് ഈ പറയുന്ന റോമിൻ്റെ ഈ പറഞ്ഞ റോമല്ല, ഈ പറഞ്ഞ എന്താണ്, അവരുടെ പുരോഹിതന്മാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടന്ന യുദ്ധങ്ങളാണ് ക്രൂസൈഡ് എന്ന് പറയുന്നത്. പറയാൻ നിന്നാൽ അതിൻ്റെ കഥ ഒരുപാടുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിൽ അത് വിശദമായിട്ട് എന്ത് ചെയ്യും, പഠിക്കും. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ നടന്നത് കൊണ്ട് എന്ത് പറ്റി, ഫ്യൂഡലിസം തകർന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു ഐഡിയ ഉണ്ടാക്കണം. പണ്ട് കാലത്ത് ആൾക്കാർ ഒരുമിച്ച് കൂടി താമസിച്ചു. അതിൽ 1-2 ആൾക്കാർ അധികാരത്തിലുള്ള ഒരാൾക്കാരായിട്ട് മാറി. അവർ പിന്നീട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് രാജാക്കന്മാരുണ്ടാവുന്നത്. ഈ രാജാക്കന്മാർ എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യം വലുതായി. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ അവരവരുടെ വിശ്വസ്തന്മാർക്ക് എന്ത് ചെയ്തു, ലാൻഡ് പതിച്ചു കൊടുത്തു. ആ ലാൻഡ് പതിച്ചു കൊടുത്തവരാണ് ലോഡ്സ്. അവിടെ ആയാലും ഇവിടെ ആയാലും ദൈവഭക്തി ഉള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ആരുണ്ട്, ക്ലർഗി അഥവാ പുരോഹിതന്മാരുണ്ട്. പിന്നെ ഉള്ള പാവം ജനങ്ങളാണ്. എല്ലാ പഴിയും അല്ലെങ്കിൽ എല്ലാ പണിയും അവരുടെ തലയിലാണ്. അങ്ങനെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 14ാം നൂറ്റാണ്ട്, അതായത് ഈ പറഞ്ഞ 1500കളോട് കൂടിയിട്ട് ഈ പറയുന്ന അവസ്ഥ എന്ത് ചെയ്യുന്നു, ഏതാണ്ട് അവസാനിക്കുന്നത്. 15ാം നൂറ്റാണ്ട് കഴിയുമ്പോൾ മൊത്തം സിസ്റ്റത്തിൽ തന്നെ എന്ത് വരികയാണ്, മാറ്റം വരികയാണ്. പിന്നെ ഇതത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ഹോളി റോമൻ എംപയറിലോട്ടാണ്. അപ്പോൾ ഇത് പഠിക്കുന്നൊരു കുട്ടിക്ക് ഇത് എന്താ സംഭവം, ഇത് എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ഐഡിയ കിട്ടത്തില്ല. ഇനി ഞാൻ കാര്യം
ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഫ്യൂഡലിസം എന്താണെന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. ഫ്യൂഡലിസത്തിൽ പ്രധാനമായിട്ടും രാജാക്കന്മാരാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ കാര്യത്തിലോട്ട് പോവുകയാണ്. നമ്മളിവിടെ പറഞ്ഞു ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന യൂറോപ്പിൻ്റെ ഭാഗത്തെ പറ്റിയാണ്. യൂറോപ്പ്, ഫ്രാൻസ് എന്ന് പറയുന്ന, ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ റോമാ സാമ്രാജ്യം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ പറഞ്ഞ പോയിന്റ് ഒന്നും നിങ്ങൾ കാണാതെ പരീക്ഷയ്ക്ക് പഠിക്കരുത്. നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥ പറഞ്ഞു തരുന്നതിൻ്റെ കൂട്ടിയാൽ മതി. അപ്പോൾ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഇത് യൂറോപ്പിൻ്റെ ഭാഗമാണ്. ഇത് ഇംഗ്ലണ്ടാണ്, ഇവിടെ ആണ് ഫ്രാൻസ്, ഓക്കെ. ഇതാണ് ഇറ്റലി എന്ന് പറയുന്നത്, ഓക്കെ. ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇത് നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, തുർക്കി എന്നൊക്കെ പറയുന്ന ഭാഗം, ടർക്സ് എന്നൊക്കെ പറയുന്ന ഭാഗം ഇതാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പണ്ട് ഫോം ചെയ്ത ഒരു രാജവംശമാണ് റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന. ആരാണ്? ജൂലിയസ് സീസർ, പേര് കേട്ടിട്ടുണ്ടാവും. പിന്നീട് അയാളുടെ മകൻ വരുന്നു, അഗസ്റ്റ് സീസർ വരുന്നു. അങ്ങനെ റോമാ സാമ്രാജ്യം എന്ത് ചെയ്യുന്നു? വിപുലീകരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് 27 ഓക്കെ, 27 സിയിലാണ്. കാണാതൊന്നും പഠിക്കേണ്ട. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ റോമാ സാമ്രാജ്യത്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എത്ര ഡിവൈഡ് ചെയ്തു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതാ കണ്ടോ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. മഞ്ഞ നിറത്തിൽ കാണുന്നത്, പച്ച നിറത്തിൽ കാണുന്നത്. അതായത് ഇത് വെസ്റ്റ് അല്ലേ, അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയറും ഈസ്റ്റേൺ റോമൻ എംപയറും. ഓക്കെ, ഇതൊക്കെയാണ് വെസ്റ്റേൺ റോമൻ എംപയറും, ഇതാണ് വെസ്റ്റേൺ റോമൻ എംപയറും, ഈസ്റ്റേൺ റോമൻ എംപയറും. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത് ഒന്നായിരുന്നു. ഇത് ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന രാജാവാണ് ഡിവൈഡ് ചെയ്തത്. പേരൊന്നും പഠിക്കേണ്ട. കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് ഈ ആദ്യം ഉണ്ടായ റോമാക്കാരുണ്ടല്ലോ ഇവരുടെ കയ്യിൽ നിന്ന് പോകും. അതായത് ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബ്സ് ആണ് ഈ പറയുന്ന, എന്താണ്, ഫ്രാൻസിൻ്റെ അവിടെ നിന്നുള്ള ട്രൈബ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുന്നു. അങ്ങനെ വെസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്ന മുമ്പത്തെ റോമാ സാമ്രാജ്യമായിരുന്ന സ്ഥലം മാറിയിട്ട് ഇവിടെ ഇപ്പോൾ ആര് പിടിച്ചെടുക്കുകയാണ്? ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ആൾക്കാർ പിടിച്ചെടുക്കുകയാണ്. ആര് പിടിച്ചെടുക്കുകയാണ്? കണ്ടോ, ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ആൾക്കാർ ഈ പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുക. അങ്ങനെയുള്ള ഫ്രാങ്ക്സിൽ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ഷാലമാൻ എന്ന് പറയുന്നു. ആരെന്ന് പറയുന്നത്? ഷാലമാൻ എന്ന് പറയുന്നു. കേട്ടിട്ടുണ്ടോ ഷാലമാൻ രാജാവിനെ പറ്റിയിട്ട്? അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ജൂലിയസ് സീസർ, പിന്നെ അഗസ്റ്റ് സീസർ, ഡയോക്ലീഷ്യൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ ആര് പിടിച്ചെടുക്കുന്നു? ഫ്രാങ്ക്സ് അഥവാ ഈ പറയുന്ന നമ്മുടെ ഇതാണ് ഇവിടെ ആരാണ്? ഷാലമാൻ എന്ത് ചെയ്യുന്നു? രാജാവ് പിടിച്ചെടുക്കുന്നു. ഈ രാജവംശത്തിൻ്റെ പേരാണ് ഹോളി റോമൻ എംപയർ. ഇതിൻ്റെ പേരാണ് എന്ത്? ഹോളി റോമൻ എംപയർ. കണ്ടോ, ഹോളി റോമൻ എംപയർ. അപ്പോൾ റോമാ സാമ്രാജ്യം ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അവിടെ ആര് പിടിച്ചെടുക്കുന്നു? ഫ്രാങ്ക്സ് പിടിച്ചെടുത്തതിന് ശേഷമാണ് ഇത് ഹോളി റോമൻ എംപയർ ആവുന്നത്. എന്തുകൊണ്ട് ഇതിനെ ഹോളി റോമൻ എംപയർ എന്ന് വിളിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കാം. ഈസ്റ്റേൺ റോമൻ എംപയറും ഉണ്ട്, വെസ്റ്റേൺ റോമൻ എംപയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വെസ്റ്റേൺ റോമൻ എംപയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യം വീഴുന്നു, ഫ്രാങ്ക്സുകാരത് പിടിച്ചെടുക്കുന്നു, ഷാലമാൻ രാജാവ് അവിടുത്തെ അധികാരത്തിലെത്തുന്നു. അപ്പോൾ അവിടെ ഫ്രാങ്കിഷ് എംപയർ എന്നല്ലേ വിളിക്കും. പിന്നെ അതിനെന്തുകൊണ്ടാണ് ഹോളി റോമൻ എംപയർ എന്ന് വിളിച്ചേ? നമ്മുടെ പുരോഹിതൻ, ക്രിസ്ത്യൻ പുരോഹിതനായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള പോപ്പ്, അന്നത്തെ പോപ്പിൻ്റെ പേര് പോപ്പ് ലിയോ മൂന്നാമൻ എന്നാണ്. ഈ പോപ്പ് ലിയോ മൂന്നാമനെ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറേ ട്രൈബൽ ഗ്രൂപ്പുകൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവരിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ പോപ്പ് ലിയോ രക്ഷിച്ചതാരാണ്? ഈ പറയുന്ന ഷാലമാൻ രാജാവാണ്. അപ്പോൾ അതിന് ഒരു എന്താണ് ടോക്കൺ ഓഫ് അപ്രീസിയേഷനായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ പോപ്പ് ലിയോ എന്ത് ചെയ്തു? ഈ പറയുന്ന രാജവംശത്തെ ഹോളി റോമൻ എംപയർ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഹോളി റോമൻ എംപയർ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഹോളി റോമൻ എംപയർ അന്നത്തെ ശക്തമായ ഒരു എംപയർ ആയിട്ട് മാറി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് അവസാനിച്ചു. ഷാലമാൻ രാജാവ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് പറ്റി? ഇത് വലിയൊരു സംഭവമൊന്നും ആയില്ല, ഇതങ്ങോട്ട് പോയി. ഈ പറയുന്ന രാജവംശത്തിനെയാണ് നമ്മൾ ഹോളി റോമൻ എംപയർ എന്ന് വിളിക്കുന്നത്. ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ തന്നെയായിരുന്നു, റോം തന്നെയായിരുന്നു. തലസ്ഥാനം ഇവിടെ തന്നെയായിരുന്നു, റോം തന്നെയായിരുന്നു. ഇവിടുത്തെ ആർക്കിടെക്ചർ രീതിയാണ് നമ്മൾ കാരോലിഞ്ചിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ രാജാവ് കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ കാരോലിഞ്ചിയൻ റിനൈസൻസ് എന്നും പറയുന്നത്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ പണ്ട് ഈ പറയുന്ന സ്ഥലത്ത് ഒരു രാജവംശം ഉണ്ടായിരുന്നു, റോമാ സാമ്രാജ്യം കത്തി കഴിഞ്ഞപ്പോൾ വീണ വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ കേട്ടിട്ടുണ്ടാവും ഒരു സിനിമയിലൊക്കെ എവിടെയെങ്കിലും. അങ്ങനെ റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഗൾ സാമ്രാജ്യമൊക്കെ ഉള്ള പോലെ റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യത്തിൻ്റെ ഈ പറയുന്ന വെസ്റ്റേൺ ഭാഗത്ത് ഫ്രാങ്കിഷ് ട്രൈബിൽ നിന്നുള്ള ആൾക്കാർ പിടിച്ചെടുത്ത് ആ സ്ഥലത്തിനെയാണ് ഹോളി റോമൻ എംപയർ എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. യു ഹാവ് ലേൺഡ് അബൌട്ട് ദിസ് എംപയർ ആൻഡ് ദാറ്റ് വാസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ റോം ഇൻ ദ പ്രീവിയസ് ക്ലാസ്. നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, അപ്പോൾ നിങ്ങളത് പ്രീവിയസിലൊന്നും പഠിച്ചിട്ടില്ല, ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാനത് എക്സ്ട്രാ പറഞ്ഞു തന്നത്. അപ്പോൾ നോക്കിയോ, ദ റോമൻ എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു ടു, ദ വെസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ. കിട്ടിക്കാണുമല്ലോ. വെസ്റ്റേൺ റോമൻ എംപയർ വാസ് ലേറ്റർ കോൺകേർഡ് ബൈ ദ ഫ്രാങ്ക്സ്. അത് ഫ്രാങ്കിഷ് ആൾക്കാർ പിടിച്ചെടുത്തു. എ ട്രൈബ് ഇൻ ദ യൂറോപ്പ് ഫൗണ്ടഡ് ദ ഫ്രാങ്കിഷ് എംപയർ. അതിൻ്റെ മോസ്റ്റ് ഫേമസ് റൂളറാണ് ആര്? ഷാലമാൻ. ഓക്കെ, ഷാലമാൻ പോപ്പ് ലിയോയെ രക്ഷിച്ചത് കൊണ്ട്
who was expelled from the Rome by his enemies. So Charlemagne defeated them and restored him as the Pope. In return, Pope crowned Charlemagne as the first Holy Roman Empire. കണ്ടോ, അങ്ങനെയാണ് ഇതിന് ഹോളി റോമൻ എംപയർ എന്ന് മാറുന്നത്. സോ ദെയർഫോർ ദിസ് എംപയർ ഈസ് ഓൾസോ നോൺ എസ് ഹോളി റോമൻ എംപയർ. ഇവിടെ ഉണ്ടായിരുന്ന ആർക്കിടെക്ചറൽ സ്റ്റൈലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാരോലിഞ്ചിയൻ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന റിനൈസൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാരോലിഞ്ചിയൻ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ പോപ്പ് റിഫോം ദ എന്താണ് കോണറേഷൻ ഓഫ് ഷാലമൻ. കോണറേഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന എന്തോ പറയാം നമ്മൾ അധികാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ കിരീടധാരണം. അത് ഓക്കെ, അതിൻ്റെ ഒരു ചിത്രമാണ്. ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ ഈ പറയുന്ന വെസ്റ്റേൺ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോളി റോമൻ എംപയർ ഏതാണ്ട് 500 BC ഒക്കെ ആയപ്പോൾ 500 CE ഒക്കെ ആയപ്പോഴത്തേക്കും തകർന്നടിച്ചു. പിന്നെ വരുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. ഇവർ കുറേ കാലം നിന്നായിരുന്നേ. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് ഈ വരുന്ന ഭാഗമാണ്. ഓക്കെ, ഈ വരുന്ന ഭാഗമാണ് ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതാണ് ഫ്രാൻസ്. കണ്ടോ, ഫ്രാങ്കിഷ് എംപയറിന്റെ വെസ്റ്റേൺ. ഇവിടെ പിന്നീട് ഇവർ തല്ലി പിരിഞ്ഞ് പല പല ട്രൈബൽ ഗ്രൂപ്പുകളായിട്ടൊക്കെ മാറി എന്നാണ് പറയുന്നത്. അവിടെ കടന്നോട്ടെ, നമുക്ക് നോക്കട്ടെ. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയർ അപ്പോഴും നിലനിൽക്കുക. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയർ അവരുടെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കണ്ടോ, ഇതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പറയുന്ന യൂറോപ്പിനും ഈ പറയുന്ന ഇവിടെ ഏഷ്യയാണേ, ഈ പറയുന്ന ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു മെയിൻ സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ. കണ്ടോ, കരമാർഗം ഇതുവഴിയേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കൺട്രോൾ ചെയ്തിരുന്ന ഇവരാണ് ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ കുറേ കാലം അവരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ജൂസ്റ്റിനൻ എന്ന് പറയുന്ന രാജാവാണ്. ഓക്കെ, ജൂസ്റ്റിനൻ എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ കണ്ടോ, ജൂസ്റ്റിനൻ രാജാവ്. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയർ, ജൂസ്റ്റിനൻ രാജാവ്. നോക്കാം. The Eastern Roman Empire emerged in the East. കണ്ടോ, ആഫ്റ്റർ ദ കൊളാപ്സ് ഓഫ് ദ വെസ്റ്റേൺ റോമൻ എംപയർ വിച്ച് വാസ് ബേസ്ഡ് ഓൺ റോം. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനം റോം, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സ്ഥലത്തിന്റെ പണ്ടത്തെ പേര് ബൈസാൻഡം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ബൈസാൻഡൻ സാമ്രാജ്യം എന്നും പറയും, അഥവാ ബൈസാൻഡൻ എംപയർ എന്നും പറയും. കിട്ടിയോ? ഫ്രാങ്കിഷ് എംപയറിനെ ഹോളി റോമൻ എംപയർ എന്ന് വിളിച്ചതുപോലെ ഈ പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിനെ ബൈസാൻഡൻ എംപയർ എന്നും വിളിച്ചിരുന്നു. പ്രധാനപ്പെട്ട രാജാവാണ് ജൂസ്റ്റിനൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമുക്കിപ്പോൾ വക്കീലാവണമെങ്കിൽ നമ്മൾ ലോ കോളേജിൽ പോയിട്ട് നിയമം പഠിക്കും അല്ലേ? ഈ നിയമം പഠിക്കാനുള്ളൊരു സമ്പ്രദായം ആദ്യം തുടങ്ങുന്നത് ഈ പറയുന്ന ജൂസ്റ്റിനൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്താണ്. അദ്ദേഹം കൊണ്ടുവന്നതാണ് ജൂസ്റ്റിനൻ കോഡ് എന്ന് പറയും, അല്ലെങ്കിൽ കോഡ് ഓഫ് ജൂസ്റ്റിനൻ. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നിയമങ്ങളെ കോഡിഫൈ ചെയ്ത് നിയമങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി. ജൂറിസ് പ്രണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് കോളേജിൽ പോയി പഠിക്കണമെങ്കിലേ നിയമം എഴുതിയൊരു സിലബസ് പോലെ ആക്കേണ്ടത്, അതിനാണ് ജൂറിസ് പ്രണ്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ലീഗൽ എഡിക്സ്? ലീഗൽ എഡിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ വരുന്ന വകുപ്പുകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കി നമ്മൾ ഇന്നത്തെ കോടതിക്ക് വേണ്ട ബേസിക് സാധനങ്ങൾ ഇദ്ദേഹമാണ് ഉണ്ടാക്കുന്നത്. ആ എഴുതി തയ്യാറാക്കിയ ആ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് കോർപ്പസ് ജൂലിയസ് സിവിലിസ്, ജൂറിസ് സിവിലിസ്. സോറി, നിങ്ങൾ ജൂറി എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ, ജൂറിയുടെ ചേംബർ അല്ലേ? അങ്ങ് നമ്മൾ കോടതിയായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന വാക്കല്ലേ? കണ്ടോ, അതിൻ്റെ ഒരു തുടക്കം ഇവിടുന്നാണ് അല്ലേ? അപ്പോൾ കോർപ്പസ് ജൂറിയസ് സിവിലിസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഓക്കെ, അതിന് 3 പാർട്ടുണ്ട്: ഡൈജസ്റ്റ്, കോഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ, കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ എന്താണ് ഇപ്പോൾ ഓരോ കേസുകൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കത്തില്ലേ, അതുപോലെ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കാനുള്ള സമ്പ്രദായം. അത് തുടങ്ങുന്നത് ഇവിടെയാണ്. ഇത്രയേ ഉള്ളൂ. ഇവർ ഏതാണ്ട് 1500കളുടെ ഒരു സമയത്താണ്, 1400കളുടെ സമയത്താണ് ഈ രാജ്യം എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം ഇവിടെയുള്ള തുർക്കികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ടർക്സ് എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. അങ്ങനെയാണ് ഈ പറയുന്ന സാമ്രാജ്യം എന്ത് ചെയ്യുന്നത് 1500കളോട് കൂടിയിട്ട് അവസാനിക്കുന്നു. അപ്പോൾ ആരാണ് ഈ ടർക്സ്? ടർക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അങ്ങനെ മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന രാജവംശമാണ് അല്ലെങ്കിൽ രാജാക്കന്മാരല്ലെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ അധികാരികളാണ് സെൻട്രൽ ഇസ്ലാമിക് റീജിയൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് സെൻട്രൽ ഇസ്ലാമിക് റീജിയൺ എന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിനു മുമ്പേ ഈസ്റ്റേൺ റോമൻ എംപയർ, അവിടുത്തെ പ്രധാനപ്പെട്ട രാജാവാണ് ജൂസ്റ്റിനൻ. കോർപ്പസ് ജൂറിയസ് സിവിലിസ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നു. അതിനകത്ത് പ്രധാനമായിട്ട് നിയമസംഹിതയാണുള്ളത്. ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ 15ാം നൂറ്റാണ്ടിൽ തുർക്കികൾ പിടിച്ചെടുക്കുന്നത് കൂടിയാണ് ഈ സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. ഓക്കെ, അതിൽ 3 പാർട്ട്: കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, പുസ്തകങ്ങളും നിയമങ്ങളും കാര്യങ്ങളും ഈ പറയുന്ന ജഡ്ജിമാരുടെ ഒപ്പീനിയൻ എഴുതി വെച്ചേക്കുന്നതാണ് ഡൈജസ്റ്റ്. ചെറിയ ബുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഇതിനുണ്ടായിരുന്നത്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇസ്ലാമിക് റീജിയനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇവർ അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഇവർ തകരുന്നത് എപ്പോഴാണ്?
1400കളുടെ സമയത്താണ് തുർക്കികൾ എന്ന് പറയുന്ന ആൾക്കാർ ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം യൂറോപ്പിൽ വലിയ മാറ്റങ്ങളൊക്കെ നടക്കും. നമ്മളതിനെ യൂറോപ്യൻ റിനൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വലിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. സെറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിച്ചത്, മിഡിൽ ഈസ്റ്റിൽ എന്താ സംഭവിച്ചത്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? ഇവിടെയാണ് അറബികളുള്ളത് അല്ലേ? അറബികളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ എവിടെയാണ് ഈ സ്ഥലം എന്ന് വെച്ചാൽ എവിടെയാണ്? നോക്കിയേ ഇതാ കണ്ടോ, ഇവിടെ കാണുന്ന റെഡ് സീ മുതൽ, ഇതാണ് റെഡ് സീ. ഇവിടെ മെക്ക മദീനയൊക്കെ കണ്ടോ, അറേബ്യൻ പെൻസിൽ കണ്ടോ, വരച്ച് പറഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ ഭാഗം ഇവിടെയാണല്ലോ ഇന്ത്യ. ഈ ഇന്ത്യ കഴിഞ്ഞിട്ട് ഇവിടെ പാകിസ്ഥാൻ, ഈ പാകിസ്ഥാനൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഇങ്ങനെ ഇരിക്കുന്നൊരു ഭാഗമാണ് അറേബ്യൻ പെൻസുല എന്ന് പറയുന്നത്. ഓക്കെ, ഈ അറേബ്യൻ പെൻസുല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ കുറച്ചുകൂടി കിട്ടും. അത് കണ്ടോ, ഇതിനപ്പുറത്ത് നമ്മൾ കണ്ടോ, ഇതാ കിടക്കുന്നുണ്ടോ നമ്മുടെ ഇന്ത്യ. ഇന്ത്യ കണ്ടോ. അപ്പോൾ ഈ കാണുന്ന ഇതാണ് അറേബ്യൻ പെൻസുലാർ എന്ന് പറയുന്നത്, നമ്മൾ അറബിക്കടലിൻ്റെ ഭാഗത്തുള്ളത്. ഇവിടെ കാണുന്ന ഈ റെഡ് സീക്കും പേർഷ്യൻ ഗൾഫിനും ഇടയിലുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറേബ്യൻ പെൻസുല എന്ന് വിളിക്കും. ഈ അറേബ്യൻ പെൻസുല 2 പ്രധാനപ്പെട്ട സ്ഥലമാണുള്ളത്. ഒന്ന് മക്കയും മദീനയും. ഈ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നത് ട്രേഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്ത് യാത്ര ചെയ്ത് കച്ചവടങ്ങൾ ചെയ്യുന്ന ട്രേഡേഴ്സ് ആയിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഇസ്ലാം മത വിശ്വാസികളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പല ട്രൈബ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവരെപ്പോഴും പരസ്പരം യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റ രാജ്യം എന്നൊരു കോൺസെപ്റ്റ് ഇവർക്കിടയിലില്ലായിരുന്നു. എന്നാൽ ഇവരെ ആദ്യമായിട്ട് യുണൈറ്റ് ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? പ്രോഫറ്റ് മുഹമ്മദ്. ഓക്കെ, നമ്മുടെ മുഹമ്മദ് നബി എന്ന് പറയുന്ന അദ്ദേഹം ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത്. അപ്പോൾ അറേബ്യൻ പെൻസുല എന്ന് പറയുന്ന റെഡ് സീക്കും പേർഷ്യൻ ഗൾഫിനും ഇടയിലുള്ള സ്ഥലം, ഇവിടെയാണ് അറബികൾ എന്ന് പറയുന്ന ഇസ്ലാം മത വിശ്വാസികളുള്ളത്. ഇവരെല്ലാം പല ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ട്രൈബുകളായിരുന്നു. അവരൊരു നൊമാഡിക് ലൈഫാണ് ജീവിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അവർ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കച്ചവടമൊക്കെ ചെയ്തുള്ള ജീവിത രീതികളാണ് നടത്തിയിരുന്നത്. അപ്പോൾ ഇവരെ ട്രേഡിലും അഗ്രികൾച്ചറിലുമായിരുന്നു. ഇവരെപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യും. തമ്മിൽ തല്ലാണ് പ്രശ്നം. ഇവർ ആകെ സമാധാനത്തിൽ പോകുന്ന ഏക സമയം എന്ന് പറയുന്നത് മക്കയിലെ കാബ എന്ന് പറയുന്ന ഒരു പിൽഗ്രിമേജിൻ്റെ സമയത്താണ്. അതായത് തീർത്ഥാടക സമയത്താണ് ഇവർ യുദ്ധമൊന്നുമില്ല. ആ സമയത്ത് പീസാണ്. അവർ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് തമ്മിൽ അറ്റാക്ക് ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ പോകുന്നത് നമ്മുടെ സമയമായിരുന്നു. ഇവരാദ്യമായിട്ട് നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദാണ് എന്ത് ചെയ്യുന്നത്? യുണൈറ്റ് ചെയ്ത് ഒരു രാജ്യം പോലെ ആക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ മക്കയിലുണ്ടായിരുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ പ്രോഫറ്റ് മുഹമ്മദിനെ അവിടെ നിന്ന് എന്ത് ചെയ്യിപ്പിക്കുന്നു? അവിടെ കൊല്ലാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ പ്രോഫറ്റ് മുഹമ്മദും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടെ എന്ത് ചെയ്യുന്നു? മക്കയിൽ നിന്ന് മദീനയിലോട്ട് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ പാലായനം ചെയ്യുന്നു 622 സിയിൽ. ഈ 622 സിയിലാണ് ഹിജറ വർഷം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. നിങ്ങൾ ഇസ്ലാം മതത്തിലുള്ളവർക്ക് നിങ്ങൾക്കറിയാം ഈ സംഭവം അല്ലേ? അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇതിനാണ് ഹിജറ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ മക്കയിൽ നിന്ന് മദീനയിലോട്ടുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതപ്പോൾ അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്നാൽ മദീനയിലെത്തിയ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മദീനയുടെ അധികാരിയായിട്ട് മാറുന്നു. പിന്നീട് മക്കയിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു? അധികാരം പിടിച്ചെടുക്കുന്നു. അതായത് ഈ പറഞ്ഞ സ്ഥലങ്ങളുടെയൊക്കെ രാജാവായിട്ട് മാറുന്നു. അദ്ദേഹത്തിന് കുറച്ചു കാലം കഴിയുമ്പോൾ മരിച്ചു പോകും. അപ്പോൾ മരിച്ചു പോകുന്ന സമയത്ത് എന്ത് പറ്റും? അതിന് മുന്നേ തന്നെ മക്കയും മദീനയും എടുത്തു. അതിൽ മക്ക എന്ന് പറയുന്നത് മതത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ടും ഇവരുടെ തലസ്ഥാനമായിട്ട് മദീനയും മാറുന്നു. അപ്പോൾ മക്ക മതപരമായിട്ടുള്ള സ്ഥലം, മദീന തലസ്ഥാനം. അങ്ങനെ ഇരിക്കെ എന്ത് പറ്റുന്നു? നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ ഇസ്ലാമും കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ പറയുന്ന മാപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സംഭവം എന്ന് പറയുന്നത്? റെഡ് സീക്കും പേർഷ്യൻ ഗൾഫിനും ഇടയിലുള്ള ഈ പറയുന്ന സ്ഥലമാണ് അറബികൾ താമസിച്ചിരുന്ന സ്ഥലം. ഇവർ പല ട്രൈബുകളായിരുന്നു. അവർ നോമാഡിക് ലൈഫാണ് നയിച്ചുകൊണ്ടിരുന്നത്. പ്രോഫറ്റ് മുഹമ്മദാണ് എന്ത് ചെയ്തത്? ഇവരെ യുണൈറ്റ് ചെയ്തത്. കാബ എന്ന് പറയുന്ന സമയത്ത് ഇവർ യുദ്ധമൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പോൾ മതത്തിലാണ് ഇവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പ്രോഫറ്റ് മുഹമ്മദിനെ ഈ പറയുന്ന ഒന്നിപ്പിച്ചതിൻ്റെ കാരണത്താൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഓടിക്കുന്നു 622 BC. അതിനാണ് ഹിജറ വർഷം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം മദീനയിൽ എത്തിയിട്ട് മദീനയുടെ അധികാരിയായിട്ട് മാറുന്നു. പിന്നെ മക്കയും പിടിച്ചെടുക്കുന്നു. അങ്ങനെ അവിടുത്തെ റിലീജിയസ് സെൻ്ററായിട്ട് മക്കയെ മാറ്റുന്നു. മദീന എന്ന് പറയുന്നത് എന്താക്കി മാറ്റുന്നു? ക്യാപിറ്റലായിട്ട് മാറ്റുന്നു. 632 CE എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദ് മരിക്കുന്നു 632 CE. അപ്പോൾ പ്രോഫറ്റ് മുഹമ്മദ് മരിച്ചതിന് ശേഷം പിന്നെ ഇവിടുത്തെ അധികാരം ആരാണ് കൊണ്ടുപോകുന്നത്? അവരെയാണ് നമ്മൾ ഖലീഫകൾ എന്ന് വിളിക്കുന്നത്. ഖാലിഫേറ്റ് എന്നും പറയും. സക്സസേഴ്സ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് who came to power after death were known as ഖലീഫ. ഖലീഫ എന്നൊക്കെ കേട്ടിട്ട് ഖലീഫ അലി കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഖാലിഫേറ്റ്സ്. ഇതിനാണ് ഖാലിഫേറ്റ് റൂൾ എന്ന് പറയുന്നത്. ഇവർ ഒരേ സമയം റിലീജിയസ് ലീഡേഴ്സ് ഓഫ് ഇസ്ലാമും ആയിരുന്നു, അതുപോലെ എന്താണ് അറബ് സ്റ്റേറ്റിൻ്റെ ഹെഡുമായിരുന്നു. അപ്പോൾ ഇവർ മതത്തിൻ്റെയും ഹെഡാണ്, രാജ്യത്തിൻ്റെയും ഹെഡാണ്. 4 പ്രധാനപ്പെട്ട ഖലീഫകളാണുള്ളത്: അബൂ ബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഖലീഫ അലി. ഈ അലി എന്ന് പറയുന്ന ഖലീഫയുടെ മരണത്തിന് ശേഷം ഈ പറയുന്ന അധികാരം മറ്റൊരു ഗ്രൂപ്പ് പിടിച്ചെടുക്കുകയാണ്.
എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിയ തലസ്ഥാനമാക്കിക്കൊണ്ട്, സിറിയ ദമാസ്കസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ, അവിടെ ആക്കിക്കൊള്ളുക. മുവാവിയ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ആരാണ്? മുവാവിയ. ഉച്ചാരണത്തിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഒന്നും കൂടെ, അറബ് പെൻസുലയുടെ കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലമാണ് അറബ് പെൻസുല. റെഡ് സീക്കും പെർഷ്യൻ ഗൾഫിനും ഇടയിലായിട്ട് 632 വരെ ഈ പറയുന്നത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഈ പറയുന്ന കണ്ടോ, അതായത് ഇവിടെ ആദ്യം ഇവർക്ക് വലിയ അധികാരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ ആര് പിടിച്ചൊഴിച്ചിരുന്നത്? നമ്മുടെ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇവർ ട്രേഡൊക്കെ നടത്തുന്ന മർച്ചൻസ് ആണ്. ഒരു രാജ്യം കോൺസെപ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് ഒരു രാജ്യമാക്കി മാറ്റുന്നത്. ഓക്കെ, കണ്ടോ, 632 വരെ ഇത്ര റീജിയനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 750 CE ഒക്കെ ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? കണ്ടോ, ഇത്രയും സ്ഥലം ഇവരുടെ കയ്യിലായിട്ട് മാറി. ഇങ്ങനെയാണ് 1400 ആയപ്പോഴത്തേക്ക് ഇവിടെ പിടിക്കുന്ന ഈ ടർക്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിവിടെ പിടിച്ചെടുക്കും. അങ്ങനെ ഖലീഫ നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദിനെ എന്ത് ചെയ്യുന്നു? മക്കയിൽ നിന്ന് മദീനയിലോട്ട് അവർ പാലായനം ചെയ്യിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് അറിയാലോ, മദീന പിടിച്ചെടുക്കുന്നു, മക്ക പിടിച്ചെടുക്കുന്നു, ഇതിന് മൊത്തം അധികാരിയായിട്ട് മാറുന്നു. മക്കയെ തലസ്ഥാനമാക്കി, അല്ല, മക്കയെ മതപരമായ തലസ്ഥാനമാക്കി മാറ്റുന്നു. മദീനയെ എന്ത് ചെയ്യുന്നു? മദീനയെ അവരുടെ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായിട്ട് മാറ്റുന്നു. അദ്ദേഹം മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആര് വരുന്നു? ഖലീഫമാർ വരുന്നു. ഖലീഫമാരാണ് പിന്നീടുള്ള ഭരിക്കുന്നത്. ഖലീഫമാരും മതത്തിൻ്റെയും രാജ്യത്തിൻ്റെയും തലസ്ഥാനം ഇവർ ഹെഡ് തന്നെയായിരുന്നു. മദീന തന്നെയായിരുന്നു അവരുടെയും തലസ്ഥാനം ഒന്നും അവർ മാറ്റിയില്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. ഈ പറഞ്ഞ ഖലീഫ അലിയുടെ കാലത്തിന് ശേഷം മുആവിയ എന്ന് പറയുന്ന ആൾ എവിടെയാണെന്ന് വെച്ചാൽ സിറിയയിലാണ്. എവിടെയാണ്? സിറിയയിലാണ്. നിങ്ങൾ സിറിയ കണ്ടോ? ദമാസ്കസ് കണ്ടോ? ഇത് ഇവിടെയാണ് സിറിയ. ഈ സിറിയ അതുപോലെ ദമാസ്കസിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? പുതിയൊരു രാജവംശം തുടങ്ങുന്നു. അതിനെയാണ് ഉമ്മയ്ദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. സോ മുആവിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ദ സിറിയൻ ഗവർണർ സീസ്ഡ് ദ പവർ ഫോളോയിങ് ദ ഇൻസെക്യൂരിറ്റീസ് ദാറ്റ് എറോസ് ആഫ്റ്റർ ഡെത്ത് ഓഫ് ദ ഫോർത്ത് ഖലീഫ അലി. ഖലീഫ അലിയുടെ മരണത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് മുആവിയ എന്ന് പറയുന്ന ആൾ പുതിയൊരു രാജവംശമാണ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ പേരാണ് ഉമയ്ദ് ഡൈനാസ്റ്റി. ഉമയ്ദ് ഡൈനാസ്റ്റി അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സിറിയയിലെ ദമാസ്കസ് ആയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്? അബ്ദുൾ അലി മാലിക് എന്ന് പറയുന്നു. ഓക്കെ, ദ ഖലീഫ ഓഫ് ദ ഉമയ്ദ് ഡൈനാസ്റ്റി. ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ അറബ് ഹുഡ് കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് മാറിയത് ഒരു അറബ് മുസ്ലിം വലിയൊരു രാജവംശമാക്കി മാറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അതായത് അറബിക് ഭാഷയെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റി അറബിക് കറൻസി സിസ്റ്റം കൊണ്ടുവരുന്നു. അതുപോലെ കണ്ടു ജെറുസലേമിൽ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന പള്ളിയും പണിതു. ജെറുസലേമിനെ പറ്റി പറയുമ്പോൾ ഞാൻ ക്രൂസൈഡ് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മനഃപൂർവ്വം ഒന്ന് പറയാത്തതാണ്. ഇപ്പോൾ വിവാദമൊക്കെ നടക്കുന്നതാണല്ലോ. ഈ ജെറുസലേം എന്ന് പറയുന്നത് ഏത് മതക്കാരുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ തല്ലുണ്ടായിട്ടുണ്ട് പണ്ട്. അതാണ് കുരിശുയുദ്ധങ്ങളെന്ന് പറഞ്ഞ് പണ്ട് നടന്നൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ജെറുസലേമിലെ ഡോം ഓഫ് ദ റോക്ക്, ഈ പള്ളി നിങ്ങൾ എന്തായാലും ചിത്രങ്ങളെ കണ്ടിട്ടുണ്ടാവും. പള്ളി പണിയുന്നതും ആരുടെ കാലത്താണ്? അബ്ദുൾ അലി മാലിക്കിൻ്റെ കാലത്താണ്. സെറ്റല്ലേ? അടുത്ത് ഈ പറഞ്ഞ ഉമയ്ദ് ഡൈനാസ്റ്റിക്ക് ശേഷം അറേബ്യ പിടിച്ചെടുക്കുന്നതാണ് അബ്ബാസിഡ്സ് എന്ന് പറയുന്നത്. ഈ അബ്ബാസിദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അബ്ദുൾ അബ്ബാസ് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട രാജാവ്. അപ്പോൾ അബ്ബാസിദ് ഡൈനാസ്റ്റി പ്രധാനപ്പെട്ട രാജാവാരാണ്? അബ്ദുൾ അബ്ബാസ് എന്ന് പറയുന്നത്. ഉമയ്ദ് ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദമാസ്കസിൽ നിന്ന് തലസ്ഥാനത്തിനെ ബാഗ്ദാദിലോട്ട് മാറ്റുന്നു. ഇങ്ങോട്ട് മാറ്റുന്നു. ദമാസ്കസിൽ നിന്ന് തലസ്ഥാനത്തിന് എങ്ങോട്ട് മാറ്റുന്നു? ബാഗ്ദാദിലോട്ട് മാറ്റുന്നു. മാപ്പിൽ ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ഭാഗത്താണ് കണ്ടോ ബാഗ്ദാദ് എന്ന് പറയും. ഓക്കെ, എങ്ങോട്ട് മാറ്റുന്നു? ദമാസ്കസിൽ നിന്ന് തലസ്ഥാനം ബാഗ്ദാദിലോട്ട് മാറ്റും. ഓക്കെ, ദമാസ്കസിൽ നിന്ന് തലസ്ഥാനം ബാഗ്ദാദിലോട്ട് മാറ്റുന്ന ആരാണ്? അബ്ബാസീദ് ആണ്. ബാഗ്ദാദ് AB അല്ലെ, ബിയിൽ നിന്നും ബാഗ്ദാദിലോട്ട് മാറ്റി ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ അബ്ബാസീദ്സ് എന്ത് ചെയ്യുന്നു? ബാഗ്ദാദിലോട്ട് മാറ്റുന്നു. ഹരൂൺ അൽ റാസി, ഹരൂൺ എന്നാണ് തോന്നുന്നു ഉച്ചരിക്കുന്നതിൽ, അറബ് വാക്കായതുകൊണ്ട് ചെറിയ തെറ്റുണ്ട് വരാം. ഓക്കെ, ഈ പറയുന്ന രാജവംശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അറബ് രാജവംശത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സെൻട്രൽ ഇസ്ലാമിക് റൂളിൽ ആദ്യം പ്രോഫറ്റ് മുഹമ്മദ്, അതിനുശേഷം ഖലീഫമാരെന്ത് ചെയ്തു? ഖലീഫമാരെ എന്ത് ചെയ്തു? വലിയ മാറ്റമൊന്നും വരുത്തിയില്ല. ഒരേ സമയം ഒരു റിലീജിയസ് ലീഡേഴ്സും അതുപോലെ അറബ് സ്റ്റേറ്റിൻ്റെ ഹെഡും ആയിരുന്നു. മദീന തന്നെയായിരുന്നു അവരുടെ തലസ്ഥാനം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അതുപോലെ അലി ആയിരുന്നു പ്രധാനപ്പെട്ട 4 ഖലീഫമാർ. അലിയുടെ മരണത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഉമയ്ദ് ഡൈനാസ്റ്റി വരുന്നത്. അവരെന്ത് ചെയ്യുന്നു? ഉമയ്ദ് ഡൈനാസ്റ്റി സിറിയയിലാണ് അല്ലേ. മുആവിയ എന്ന് പറയുന്ന സിറിയൻ ഗവർണറാണ് ഇത് ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളാണ് ആര്? അബ്ദുൾ അലി മാലിക് എന്ന് പറയുന്നത്. ഈ അബ്ദുൾ അലി മാലിക് എന്ന ഉമയ്ദ് ഖാലിഫേറ്റ് എന്ത് ചെയ്തു? ആദ്യമായിട്ട് ഒരു അറബികളെ ഒരുമിച്ച് കൊണ്ടുവന്നു. അതായത് അറബ് ഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റി. ഇസ്ലാമിക് കറൻസി സിസ്റ്റം, നിങ്ങൾ ഇന്ന് കേട്ടിട്ടുള്ള ദിനാർ, അതുപോലെ ദർഹം, ദുബായിലൊക്കെ നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അറിയാമല്ലോ, അതൊക്കെ കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനും കൊണ്ടുവരുന്നു. ജെറുസലേമിൽ ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന
പള്ളി ആരംഭിക്കുന്നത് ഉമൈദ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ്. പക്ഷേ ക്യാപിറ്റൽ എവിടെയാണ്? ദമാസ്കസ് ആണ്. എന്നാൽ അതിനുശേഷം ഉമൈദ് ഡൈനാസ്റ്റി മാറിയിട്ട് വരുന്നതാണ് ആര്? അബ്ബാസീഡ്സ് എന്ന് പറയുന്നത്. എവിടെയായിരുന്നു അബ്ബാസീഡ്സ് വരുന്നത്? ഈ പറയുന്ന ഇറാഖിൻ്റെ ഭാഗത്താണ് അല്ലേ. ഇറാഖിലെ ബാഗ്ദാദിലാണ് അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രധാനപ്പെട്ട രാജാവാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന അബ്ബാസീദ് എന്ന് പറയുന്ന രാജാവ്. ഹാരൂൺ അൽ റാസി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട എന്താണ്? റൂളർ അല്ലല്ലോ, എന്നേക്കുന്നു ചെറിയ തെറ്റല്ലേ അല്ലേ, സ്കോളറാണ് ഹാരൂൺ അൽ റാസി എന്ന് പറയുന്നത്. ആ മാപ്പിൽ ചെറിയ തെറ്റുണ്ടേ. അബ്ദുൾ അബ്ബാസ് ആണ് പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നു. അത് സ്ലൈഡിൽ ചെറിയ മിസ്റ്റേക്കാണ്, നമുക്ക് മാറ്റാം. ഇനി അടുത്ത് നോക്കാനുള്ളത് അറബ് കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടാണ്. അറബികൾ നമ്മുടെ ഇന്ത്യക്ക് ലോകത്തിന് തന്ന കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, അറബ്സ് ബിൽഡ് എ യുണീക്ക് കൾച്ചർ വിത്ത് എഫിഷ്യൻറ്റ് ഗവൺമെൻറ്, പോസ്റ്റൽ സിസ്റ്റം ആൻഡ് ടാക്സ് കളക്ഷൻ. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ രീതി, പുതിയൊരു ഗവൺമെൻറ് രീതി കൊണ്ടുവന്നു, പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നു, ടാക്സ് രീതി കൊണ്ടുവന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബാഗ്ദാദിലും ദമാസ്കസിലും കൈറോയിലും ഒക്കെ എന്ത് ചെയ്തു? അവർ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവന്നു. ഓക്കെ, കോർദോബ അതുപോലെ സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവന്നു. ഓക്കെ, ആൽജിബ്ര നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അത് അറബ് കോൺട്രിബ്യൂഷനാണ്. നമ്പർ സിസ്റ്റം. സീറോ എന്ന് പറയുന്നത് ഉണ്ടായത് ഇന്ത്യയിലാണെങ്കിലും അതിന് ലോകം മൊത്തം എത്തിച്ചതാരാണ്? അറബ്സാണ്. കാരണം അവരെന്താണ്? ട്രാവലേഴ്സാണ്, സഞ്ചാരികളാണ്. അതുപോലെ കെമിസ്ട്രിയുടെ ഒരു തുടക്കം തന്നെ ഈ പറയുന്ന അറബ് രാജ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്റ്റിക്സ്, പ്രകാശവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ട്യൂബർകുലോസിസ്, സ്മോൾ പോക്സ്, സ്റ്റൊമക് ക്യാൻസർ, പ്ലാഗ് പോലെയുള്ള രോഗങ്ങളെ പറ്റിയിട്ട് അറിവുണ്ടായിരുന്നു. അതുപോലെ അവർ ഒരുപാട് ലിറ്ററേച്ചറുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ അറബ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ യുണീക്കായ ഒരു മതം, ഒരു രീതി കൊണ്ടുവന്നു, എഫിഷ്യൻ്റായ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നു, പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നു. പോസ്റ്റൽ സിസ്റ്റം വരുമ്പോൾ നിങ്ങൾ ഇവിടെയും പഠിക്കും, മംഗോളിയനെ പറ്റി പഠിക്കുമ്പോൾ അവിടെയും പഠിക്കും കേട്ടോ. അതുപോലെ ടാക്സ് കളക്ഷൻ രീതികൾ കൊണ്ടുവന്നു. അവരെന്ത് ചെയ്തു? വിദ്യാഭ്യാസത്തിൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? ബാഗ്ദാദിലും ദമാസ്കസിലും കൈറോയിലും യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു. കോർദോബ യൂണിവേഴ്സിറ്റി ഇതിനൊരു ഉദാഹരണമാണ്. ആൽജിബ്രയിൽ അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറബികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? സീറോയെ ലോകം മൊത്തം എത്തിച്ചത് ഇവരാണ്. ഒപ്റ്റിക്സ്, അതുപോലെ രോഗങ്ങളെ പറ്റിയിട്ടും ഉണ്ടായിരുന്നു. ഇവരുടെ ഒരുപാട് സാഹിത്യ കൃതികളിലും ഉണ്ടായിരുന്നു. നിങ്ങൾ 1001 Nights അല്ലേ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് സയൻറ്റിസ്റ്റുമാർ അല്ലെങ്കിൽ ലിറ്ററേച്ചർമാർ അവരുടെ ഫീൽഡ് ബുക്ക് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെഡിസിനിൽ പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു അൽ റാസി. കിതാബ് അൽ ഹാവി അതാണ് പുസ്തകത്തിൻ്റെ പേര്. മെഡിസിനിൽ തന്നെ മറ്റൊരാളാണ് ഇബിൻ സിന എന്നറിയപ്പെടുന്ന വ്യക്തി. അൽ ഖ്വാനൂൻ ഫിത്തിബ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ജിയോളജി, ഭൂമിയെ പറ്റിയുള്ള സ്റ്റഡിയിൽ അൽ ബരൂനി. തഹീഖ് മാലി ഹിന്ദ്, ഈ അൽ ബരൂനിയാണ് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇന്ത്യ പണ്ട് പിടിച്ചെടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും, എനിക്ക് ഞാൻ മറന്നു, ഇന്ത്യ പിടിച്ചെടുക്കാൻ വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ. സോമനാഥ് അമ്പലം കൊള്ളയടിച്ചതൊക്കെ കേട്ടിട്ടുണ്ടോ? ചരിത്രം പണ്ട് നടന്നിട്ട് കാര്യമാണ്, വേണ്ട അതിപ്പോൾ വേണ്ട. ആൽബറൂണി ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, ലിറ്ററേച്ചറിലാണ് ഉമർ ഖയാമിൻ്റെ റുബായത്ത്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലിറ്ററേച്ചർ തന്നെ ഫിർദൗസിയുടെ ഷാനാമയൊക്കെ പ്രധാനപ്പെട്ട കൃതികളുമാണ്. അപ്പോൾ ഇതാണ് അറബുകൾ നമുക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് എന്ന് പറയും. അടുത്ത് വരുന്നതാണ് മംഗോൾ എംപയർ. മംഗോളിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ മൂക്കൊക്കെ ചപ്പിയിരിക്കുന്ന ആൾക്കാരെ പോലെ അല്ലേ, എനിക്ക് നമ്മൾ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ മംഗോളിയ എന്നൊക്കെ പറയുന്നത്. പക്ഷേ പണ്ട് ഏഷ്യയിലെ ഒരു പ്രധാന രാജവംശമായിരുന്നു മംഗോൾ എംപയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ജംഗിസ് ഖാൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. നമ്മുടെ വിജയുടെ ഒരു സിനിമയിലും എന്ത് ചെയ്യുന്നുണ്ട്, ജംഗിസ് ഖാനെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് ആദ്യം എവിടെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഇന്ത്യ. ഒരു സമയത്ത് കണ്ടോ, ഏഷ്യയുടെ ഭാഗവും ഇവരുടെ കൺട്രോളിലായിരുന്നു. ആരുടെ കൺട്രോളിലായിരുന്നു? മംഗോളിയൻ എംപയറിൻ്റെ കൺട്രോളിലായിരുന്നു. അതായത് മംഗോളിയയും ഈ പറഞ്ഞ അറബുകളെ പോലെ പല പല ട്രൈബുകളായിട്ട് ഇങ്ങനെ നൊമാഡിക് ലൈഫ് നടത്തിക്കൊണ്ടിരുന്നവരാണ്. അതായത് അവരിങ്ങനെ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ ടെൻ്റ് ഇട്ട് താമസിക്കുന്നു, അങ്ങനെ പോകുന്നു, തമ്മിൽ തല്ലും പ്രശ്നമൊക്കെ നടന്നു. ഇവരെയൊക്കെ ഒന്നിപ്പിച്ച വ്യക്തിയാണ് നമ്മൾ ഈ കാണുന്ന ജംഗിസ് ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഇവരെ യുണൈറ്റ് ചെയ്തു. ഒരുപാട് റിഫോംസും അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെയാണ് മംഗോളിയൻ സാമ്രാജ്യം എന്താകുന്നത്? ഇത്രയും വലിയ ഒന്നാകുന്നു. പക്ഷേ ആസ് യൂഷ്വൽ ജംഗിസ് ഖാൻ്റെ മരണത്തിന് ശേഷം എന്ത് പറ്റുന്നു? ഇതും പല പല ഭാഗങ്ങളായിട്ട് മാറുന്നു. ഇന്ന് മംഗോളിയ എന്ന് പറയുന്നത് ചൈനയുടെ ഭാഗത്തായിട്ട്, ചൈനയുടെ ഈ പറഞ്ഞ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു ചെറിയ രാജ്യമായിട്ടൊന്ന് മാറിയിട്ടുള്ളൂ. പക്ഷെ ഒരു സമയത്ത് ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ഒരു രാജ്യമാണ് മംഗോളിയ എന്ന് പറയുന്നത്. അപ്പം നോക്കാം, മംഗോളിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേറെ നൊമാഡിക് ട്രൈബ്. നൊമാഡിക് എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ യാത്ര ചെയ്ത് അലഞ്ഞെറിഞ്ഞ് നടക്കുന്നതാണ് നൊമാഡിക് ട്രൈബ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ? ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ സെൻട്രൽ ഏഷ്യ. ഐഡിയ കിട്ടി കാണുമല്ലോ. കുതിരപ്പുറത്ത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പുൽമേടുകൾ, ഈ പറയുന്ന മൃഗങ്ങളെ വളർത്തുന്നു, അതിനുവേണ്ടി നടക്കുന്നു, ടെൻ്റ് കെട്ടി താമസിക്കുന്നു. അങ്ങനെയാണ്. അങ്ങനെ ഇരുന്നവരെ ജംഗിസ് ഖാനാണ് എന്ത് ചെയ്യുന്നത്? യുണൈറ്റ് ചെയ്ത് ഒരു രാജ്യമാക്കി മാറ്റുന്നത്. ഓക്കെ,
അങ്ങനെ ഈ പറയുന്ന മംഗോളിയൻ എംപയറിന് തുടക്കമിരിക്കുന്നു. ജംഗിസ് ഖാൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് തെമുജിൻ. ഓക്കെ, തെമുജിനെ ജംഗിസ് ഖാൻ എന്ന് വിളിച്ച ആരാണ്? മംഗോളിയൻ ട്രൈബൽ കൗൺസിലാണ്. ഓക്കെ, ജംഗിസ് ഖാൻ. ഈ ജംഗിസ് ഖാന്റെ പിന്മുറക്കാരനായ നമ്മുടെ ഇന്ത്യയിൽ വന്ന നിങ്ങൾ ബാബർ, അക്ബർ, മുഗൾ സാമ്രാജ്യമില്ലേ, ഈ ബാബറിന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയോ ഒരാളുടെ കുടുംബം എന്ന് പറയുന്നത് ജംഗിസ് ഖാന്റെ ഫാമിലിയുടെ ലൈനേജിൽ വരുന്നതാണ്. ചുമ്മാ ഒന്ന് അറിഞ്ഞു വെച്ചു. അങ്ങനെയാണ് അവർ ഇന്ത്യയിലെത്തിയത്. അവർ ചില്ലറക്കാരല്ലെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ തലസ്ഥാനമായിരുന്നു കാരക്കോറം എന്ന് പറയുന്നു. ഇവിടെ ആയിരുന്നു കാരക്കോറം. അപ്പോൾ ഈ ജംഗിസ് ഖാന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചാരന്മാരെയൊക്കെ അയച്ചിട്ട് ഈ പറയുന്ന അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ പറ്റിയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു പോസ്റ്റൽ സിസ്റ്റം ഇവർക്കുണ്ടായിരുന്നു, കുതിരപ്പുറത്തുള്ള പോസ്റ്റൽ സിസ്റ്റം. ഓക്കെ, സ്റ്റാർട്ടഡ് പോസ്റ്റൽ സിസ്റ്റം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേരാണ് യാം. ഓക്കെ, കുതിരപ്പുറത്ത് കത്തിടപാട് നടത്തിക്കൊണ്ടിരുന്നതാണ് യാം എന്ന് പറയുന്നത്. അതുപോലെ ഇവർക്ക് എന്തായിരുന്നു? ഇവർക്കൊരു നിയമസംഹിത ഉണ്ടായിരുന്നു, യാസ. ഇതും കൂടി, ഇത് മാത്രം ഇവിടെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ ഉണ്ടായിരുന്നതാണ് മംഗോളിയൻ എംപയർ. ഹെഡായിരുന്നു ജംഗിസ് ഖാൻ, യഥാർത്ഥ പേര് തെമുജിൻ, തലസ്ഥാനം കാരക്കോറം. രണ്ട് പ്രധാന പ്രത്യേകതകൾ: യാം എന്ന് പറയുന്ന പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവന്നു, അതുപോലെ യാസ എന്ന് പറയുന്ന കോഡ് ഓഫ് ലോയും ഇവരെ കൊണ്ടുവന്നു. സെറ്റല്ലേ? അടുത്ത് വരുന്നത്, അപ്പോൾ ജംഗിസ് ഖാനെ പറ്റി ഇത്രയാണ് ഉള്ളത്. ഡെസേർട്ട് മൗണ്ടൻസും ഒക്കെ ഉള്ള ഈ സ്ഥലമാണ്. മംഗോളിയ ഒരു ടെൻറ്റിലാണ് താമസിച്ചത്. ജംഗിസ് ഖാനാണ് എന്ത് ചെയ്യുന്നതിനെ കൊണ്ടുവന്നത്. ജംഗിസ് ഖാൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. യാം എന്ന് പറയുന്ന പോസ്റ്റൽ സിസ്റ്റം, യാസ എന്ന് പറയുന്നത് കോഡ് ഓഫ് ലോ. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം. ചാരം എസ്പിനേജിലൊക്കെ ഭയങ്കര കിടലുമായി. അടുത്ത ആഫ്രിക്കയിലോട്ട് പോവാം. ആഫ്രിക്കയുടെ വെസ്റ്റ് ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന, സത്യം പറഞ്ഞാൽ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികനായിരുന്ന രാജാവായിരുന്നു. നിങ്ങൾ ചുമ്മാ ഗൂഗിളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഏറ്റവും ധനികനായിരുന്ന രാജാക്കന്മാരിൽ ഒരായിരുന്ന രാജാവ് ജീവിച്ചിരുന്ന സ്ഥലമാണ് ഈ വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി സാമ്രാജ്യം എന്ന് പറയുന്നത്. മാൻസ കൻഗൻ മൂസ, അതാണ് രാജാവിൻ്റെ പേര്. ഞാൻ ഫോട്ടോ കാണിച്ചു. മാൻസ കൻഗൻ മൂസ ഇതായിരിക്കും കേട്ടോ. ഒരു കാലത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ എംപയർ ആയിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജാവിൻ്റെ പേരാണെന്ത്? മാൻസ കൻഗൻ മൂസ. സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇവിടെ ഈ സൗത്ത് സൈഡ് അത്രയും എന്തായിരുന്നു, സ്വർണത്തിൻ്റെ കലവറയായിരുന്നു. ഇവിടെ പണ്ട് സഞ്ചരിച്ചിരുന്ന ഇബന ബത്തൂത്ത എന്ന് പറയുന്ന ഒരു ട്രാവലർ, നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഇബന ബത്തൂത്ത വഴിയാണ് നമ്മൾ ഇങ്ങനെ ഒരു രാജവംശവും രാജാവും ഉണ്ടായിരുന്നു എന്ന് തന്നെ എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. അപ്പോൾ ദ മാലി എംപയർ വാസ് എ ഫേമസ് എംപയർ ദാറ്റ് ഫ്ലറിഷ്ഡ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ആഫ്രിക്ക. ഇതാണ് ആഫ്രിക്ക, അതിൻ്റെ വെസ്റ്റേൺ പാർട്ട് എന്ന് പറയും. ഓക്കെ, ദ മോസ്റ്റ് പവർഫുൾ റൂളർ ആയിരുന്നു മാൻസ കൻഗൻ മൂസ. ഓക്കെ, ഇദ്ദേഹത്തിന് നമ്മൾ അറിഞ്ഞത് എവിടെ നിന്നാണ്? ഇബന ബത്തൂത്തയിൽ നിന്നാണ്. ഇദ്ദേഹം വിദ്യാഭ്യാസം, ആർട്ട്, ക്രാഫ്റ്റ് ഇതിനൊക്കെ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു രാജാവായിരുന്നു. ഈ കണ്ടോ, ദ സദേൺ പാർട്ട് ഓഫ് ദ കൺട്രി വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഗോൾഡ് ഡെപ്പോസിറ്റ് ആൻഡ് ദ നോർത്തേൺ പാർട്ട് ഫോർ ഇറ്റ്സ് സോൾട്ട് ഡെപ്പോസിറ്റ്. സ്ഥലങ്ങളാണ് കണ്ടു. ഗാവോ നമുക്ക് വായിക്കാം അല്ലേ, ഗാവോ, ജെന്നി, ടിംബക്തു ഒക്കെ എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഇവിടുത്തെ സ്ഥലങ്ങളാണ്. ഇതിൽ ഈ ടിംബക്തു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, ഒരു പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ കാണുന്നതാണെന്ത്, ടിംബക്തു എന്ന് പറയുന്നത്. ഒരു കൾച്ചറൽ അതുപോലെ കൊമേഴ്ഷ്യൽ സെൻറ്റർ ആയിരുന്നു. ഇവിടെയാണ് പണ്ട് ഇബന ബത്തൂത്ത വന്നിട്ട് കണ്ട് ഞെട്ടിപ്പോയത്. ഓക്കെ, ഇവിടെ സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നു. അതുപോലെ സ്വർണം, ഐവറി ഇതൊക്കെ എന്താണ് ഇവിടെ വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പണ്ട് ലോകത്തൊരിടത്തും കാണാത്ത അത്രയും സ്വർണ്ണം അദ്ദേഹം ഇവിടെ കണ്ടുവെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രധാന പള്ളിയും പണിതിട്ടുണ്ട്. അതാണ് എന്താണ്, ദ ഗ്രേറ്റ് മോസ്ക് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം, കല, സാഹിത്യത്തിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ ടിംബക്തു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം? സിറ്റീസ് ഇൻ ദ എംപയർ. Timbuktu was the center for trade as well as education. The Great Mosque in Timbuktu was a center of Islamic learning. Many scholars from different parts of the world came to Timbuktu. പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജവംശം എന്ത് ചെയ്തു, ആസ് യൂഷ്വൽ എന്ത് ചെയ്തു, തകർന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന അമേരിക്കയിലോട്ടാണ്. ഇങ്ങോട്ടാണ്, അമേരിക്കയിലോട്ട്. അപ്പോൾ അമേരിക്കയിൽ ഇന്ന് താമസിക്കുന്ന അമേരിക്കക്കാർ പലരും യൂറോപ്പിൽ നിന്ന് അങ്ങോട്ട് കുടിയേറി താമസിച്ചവരാണ്, നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ആദിമ മനുഷ്യരായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ നേറ്റീവ് ട്രൈബ്സ് ആയിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന അമേരിക്കയിലെ 3 ട്രൈബ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആസ്തെറ്റിക്സ് അല്ലെങ്കിൽ ആസ്തെക്സ് എന്ന് പറയും. തെറ്റിക്സ് ഇല്ല, ആസ്തെക്സ്, മായൻസും ഇൻകാസും. ഓക്കെ, അപ്പോൾ ആസ്തെക്സും മായൻസും ഇൻകാസും എന്ന് പറയുന്ന 3 ട്രൈബ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പണ്ടുണ്ടായിരുന്നു. ഇവർ ഈ പറയുന്ന എന്താണ്, 12ാം നൂറ്റാണ്ട് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ പുറം ലോകമായിട്ട് ഇവർക്ക് ഒരു ബന്ധവും ഇല്ലായിരുന്നു. പിന്നീട് 15ാം നൂറ്റാണ്ട് യൂറോപ്യന്മാരോട് എത്തിയതിനു ശേഷമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്. വർഷങ്ങളോളം ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിറ്റികൾ ഇവിടെ എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റും. മലയുടെ മുകളിൽ കാണുന്ന മാച്ചു പിച്ചു കേട്ടിട്ടുണ്ടാവുമോ ഈ ഒരു വാക്ക്? നിങ്ങൾ നമ്മുടെ യന്ത്രൻ സിനിമയിൽ കിളിമഞ്ചാരോ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതിൽ ഈ സ്ഥലങ്ങളാണ് കാണിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് നിങ്ങളൊന്ന് തപ്പി നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. പാബ്ലോ നെറൂദ ദ ഹൈറ്റ് ഓഫ് ദ മാച്ചു പിച്ചു എന്ന് പറയുന്നതിൽ അദ്ദേഹം എഴുതിയൊരു കൃതിയാണ്, അല്ലെങ്കിൽ കൃതിയുടെ ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ,
അതായത് ഒരുപാട് കാലം പുറലോകത്ത് നിന്നൊക്കെ ഒളിച്ചിരുന്നൊരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത്. ഭയങ്കര ഡെവലപ്ഡ് ആയിരുന്നു, പക്ഷെ പകുതിയും യൂറോപ്യന്മാർ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ദ ഔട്ട്സൈഡ് വേൾഡ് കെയിം ടു ഓക്കെ ദ ആസ്തെക്സ്, മായൻസ് ആൻഡ് ഇൻകാസ്. അപ്പോൾ നോക്കിയേ, നോർത്ത് അമേരിക്കയിലാണ് ആസ്തെക്സും മായൻസും, സൗത്ത് അമേരിക്കയിലാണ് ഇവിടെ ഉള്ളത് ഇൻകാസ് ഉള്ളത്. ഓക്കെ, ആസ്തെക്സും മായൻസും നോർത്ത് അമേരിക്ക, ഇൻകാസ് എവിടെയാണ് സൗത്ത് അമേരിക്ക. ഇത് ബാക്കിയുണ്ട് കേട്ടോ, വലിയ രാജ്യം. ഓക്കെ, സംഭവം നോക്കാം. ആസ്തെക്സിനെ പറ്റി നമുക്ക് നോക്കാം. 12ാം നൂറ്റാണ്ടിലാണ് ആസ്തെക്സ് എന്ന് പറയുന്നത്. മെക്സിക്കോ വാലി, ഇതിവിടെ മെക്സിക്കോയുടെ ഭാഗമല്ലേ, അപ്പോൾ മെക്സിക്കോ നോർത്ത് അമേരിക്കയുടെ സൗത്തിൽ മെക്സിക്കോയിൽ അറിയാമല്ലോ. അപ്പോൾ മെക്സിക്കോ വാലിയിലാണ് ഇവരുണ്ടായിരുന്നത്. ഇത് ഒരു മറ്റേ രാജാവ്, ഭടന്മാർ അല്ലെങ്കിൽ പെസൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹയറാർക്കിയൽ സിസ്റ്റം ഉണ്ടായിരുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു. ഓക്കെ, ടെനോ ചിറ്റിലാൻ, എനിക്ക് ഉച്ചാരണം ഇതിങ്ങനെ എനിക്ക് പറ്റുന്നുള്ളൂ കേട്ടോ. ടെനോ ചിറ്റിലൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഉച്ചാരണ തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചു. ഇവർ ഈ പറയുന്ന നിർമ്മാണത്തിലും ടെക്നോളജിയിലും ഒക്കെ ഭയങ്കര കിടിലങ്ങളായിരുന്നു. കണ്ടോ, ഇവരിവിടെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഐലൻഡ്, അതായത് ഈ പറയുന്ന നദിയിൽ ഇവരിത് ഇത്തരത്തിലുള്ള ഐലൻഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ആർട്ടിഫിഷ്യൽ ഐലൻഡുകളാണ്. ഇതിനെയാണ് നമ്മൾ ചിനാംപാസ് എന്ന് വിളിക്കുന്നത്. ലേക്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കി അവിടെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺ, ബീൻസ്, സ്ക്വാഷ്, പംകിൻസ്, കസാവ, പൊട്ടറ്റോ ഒക്കെയാണ് അവർ കൃഷി ചെയ്തത്. അതുപോലെ മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, കോപ്പർ, ടിന്നൊക്കെ അവർ ട്രേഡ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. വിദ്യാഭ്യാസവും അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന നോബിൾസിൻ്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാൽബനാക്ക് എന്ന് പറയുന്ന സ്കൂളുകളും അതുപോലെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടെപ്പോക്ചാലി, ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയവനെ ആദ്യം പറയണം കേട്ടോ, 8ാം ക്ലാസ്സിൽ പഠിക്കാൻ കൊടുത്തേക്കുന്ന സാധനങ്ങളാണ്. ടെപ്പോക്ചാലി എന്ന് പറയുന്ന നോബിൾസ് അല്ല ചിൽഡ്രൻസ്, അതായത് സാധാരണക്കാരെ കുട്ടികൾക്ക് പഠിക്കാനും കാൽബനാക്ക് എന്ന് പറയുന്ന നോബിൾസിന് പഠിക്കാനുള്ള സ്കൂളുകളും ഈ പറയുന്ന എന്താണ് അസ്തെറ്റിക് സംസ്കാരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്ത് അമേരിക്കയിലെ ഒരെണ്ണം. രണ്ടാമത് വരുന്നതാണ് മായൻസ്, സൗത്തിലായിട്ട് മായൻസ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ 10,000 BC എന്നെന്തോ പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? 10,000 BC. അതിൽ ഈ മായൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മായൻ സംസ്കാരം ഭയങ്കര ഇവർ പിരമിഡ് പോലത്തെ പരിപാടികളൊക്കെ ഈ പറയുന്ന സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മായൻ സിവിലൈസേഷൻ മെക്സിക്കോയിൽ തന്നെ 11നും 14ാം നൂറ്റാണ്ടിനിടയിലായിരുന്നു. വനമൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ എന്താണ് കൃഷിയൊക്കെ ചെയ്യുന്നതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത്. ദേ ബിൽഡ് പാലസസ് ആൻഡ് ടെമ്പിൾസ് വിത്ത് സ്റ്റോൺസ്, അല്ലേ, കല്ലുകൊണ്ടുള്ള നമ്മൾ ഈ പിരമിഡുകളൊക്കെ പോലെ തോന്നിക്കുക, എന്താ കണ്ട് ഇവിടെ കാണുന്ന പോലെ പിരമിഡുകളൊക്കെ പോലെ തോന്നിക്കുന്ന മോണുമെൻറ്റുകളും അമ്പലങ്ങളും ഒക്കെ ഇവർ പണിതിട്ടുണ്ടായിരുന്നു. ഗോൾഡും സിൽവറും ഒക്കെ അവർ ഉപയോഗിക്കുമായിരുന്നു. പോട്ടറി നിർമ്മിക്കുമായിരുന്നു. അതുപോലെ പിക്ചോഗ്രാഫിക് ടാബ്ലറ്റുകൾ, ആൽഫബറ്റുകൾ, അതായത് നമ്മളെ ഈ പറഞ്ഞ എഴുതുന്ന രീതിയും അവർക്ക് പണ്ട് കാലത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ പ്രത്യേക രീതിയിൽ തടിയുടെ ഈ പറയുന്ന ബാർക്ക് കൊണ്ട് പേപ്പറൊക്കെ അവർ നിർമ്മിക്കുമായിരുന്നു. അതുപോലെ ഇവർക്ക് അസ്ട്രോണമിയിലും അതുപോലെ എന്താണ് ഈ പറയുന്ന മാത്തമാറ്റിക്സും ഒക്കെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. ആൽമനാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കലണ്ടർ പോലെയുള്ള ഈ പറഞ്ഞ അസ്ട്രോണമിക്കലായിട്ടുള്ള സാധനമാണ് ആൽമനാക്ക് എന്ന് പറയുന്നത്. ആൽമനാക്കുകളൊക്കെ ഈ മായൻസ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മായൻസിനകത്ത്. അപ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കണ്ടോ മായൻ പിരമിഡ് കണ്ടോ. അപ്പോൾ ഇത്തരത്തിൽ 11ാം നൂറ്റാണ്ട് കൊണ്ട് 14ാം നൂറ്റാണ്ട് വരെ ഈ പറയുന്ന മെക്സിക്കോയുടെ സൗത്തിലായിട്ട് താമസിച്ചിരുന്ന ആൾക്കാരാണ് മായൻസ് എന്ന് പറയുന്നത്. ജംഗിളിനെ ക്ലിയർ ചെയ്ത് അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. സ്റ്റോൺ പാലസുകളും ടെമ്പിൾസും നിർമ്മിച്ചിട്ടുണ്ട്. ഗോൾഡ്, സിൽവർ ജ്വല്ലറികളും അവർ ഉപയോഗിക്കുമായിരുന്നു. പിക്ചോഗ്രാഫിക് ആൽഫബറ്റുകൾ ഉപയോഗിക്കുമായിരുന്നു. മരത്തിൻ്റെ ബാർക്ക് കൊണ്ട് അവർ പേപ്പർ നിർമ്മിക്കുമായിരുന്നു. മാത്തമാറ്റിക്സിലും അസ്ട്രോണമിയിലും അവർക്ക് പ്രാവീണ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ കലണ്ടറുകളുടെയൊക്കെ ഒരു ആദിമ ഫോമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാവുന്ന അൽമനാക്കും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു മായൻസ്. ലാസ്റ്റ് വരുന്നതാണ് ഇൻകാസ് എന്ന് പറയുന്നത്. ഇൻകാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? സൗത്ത് അമേരിക്ക. നമ്മൾ ഇപ്പോൾ പറഞ്ഞ 2 നോർത്ത് അമേരിക്കയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, സൗത്ത് അമേരിക്കയിലെ പെറു റീജിയനിലുണ്ടായിരുന്ന ഒരു സിവിലൈസേഷനാണ് നമ്മുടെ ഇൻകാസ് എന്ന് പറയുന്നത്. ഇവിടെയും സെൻട്രലൈസ്ഡ് ഇമ്പീരിയൽ റൂൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ക്യാപിറ്റലായിരുന്നു ക്യൂസ്കോ. ഓക്കെ, ക്യൂസ്കോ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവർക്കും ടെമ്പിൾസും പാലസസും അതുപോലെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. കണ്ടോ, ഒരു മായൻ ഷ്രൈനാണ് ഈ കാണുന്നത്, ഒരു അമ്പലം എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഓക്കെ, അവിടെ റോഡുകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, 3500 അടി ഉയരത്തിലാണ് മാച്ചു പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഈ മാച്ചു പിച്ചു ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ പറഞ്ഞ യൂറോപ്യന്മാരൊക്കെ നശിപ്പിച്ചെങ്കിലും ഇപ്പോഴും കണ്ടോ ഒരു സാധാരണ ഇന്നത്തെ ഒരു സിറ്റി, അഡ്വാൻസ്ഡ് സിറ്റി, ഈ പറയുന്ന മലമുകളിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, വലിയൊരു കുന്നിൻ്റെ മുകളിൽ 3500 മീറ്റർ ഉയരത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സോ ദേ മെയ്ഡ് jewelry using gold, silver and copper. They used skins of animals such as llamas and alpacas. നമ്മൾ ഈ നമ്മുടെ എന്താണ് ക്യാമൽ പോലെ ഇരിക്കുന്ന ജന്തുക്കളാണ്. അതുപോലെ തുണിയും വീവ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഫാർമേഴ്സിന് ലാൻഡ് ഗവൺമെൻറ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നുള്ളതിൻ്റെ മുമ്പിലായിരുന്നു അവരെന്ന് പറയുന്നത്. ഓക്കെ,
കോണും പൊട്ടറ്റയും ആയിരുന്നു പ്രധാനപ്പെട്ട ക്രോപ്സ് എന്ന് പറയുന്നത്. അത് ഓക്കെ, ദേ യൂസ്ഡ് എ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് നമ്പേഴ്സ് കോൾഡ് ക്യൂബ്. ഇതാണ് കണ്ടോ ഈ പറയുന്ന നൂലിൽ ഇങ്ങനെ കെട്ടിട്ടിട്ട് നമ്പറുകൾ അല്ലെങ്കിൽ എണ്ണം സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ മറ്റേ ഈ പറയുന്ന നമ്മൾ അബാക്കസ് ഒക്കെ പോലത്തെ ഒരു ആദ്യം ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു രീതി ഇവർക്ക് എന്ത് ചെയ്തു ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്പാനിഷ് കൊളോണൈസേഷൻ ഇവരെ എന്ത് ചെയ്തു, നശിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഡീവൽ വേൾഡിനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇൻകാസിനെ പറ്റി നമുക്ക് എന്തൊക്കെ പറയാം? ഓക്കെ, സൗത്ത് അമേരിക്കയിലെ പെറുവിലുണ്ടായിരുന്ന ഇൻഡിജിനസ് സിവിലൈസേഷൻ ആയിരുന്നു. കൂസ്കോ ആയിരുന്നു അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, റോഡുകൾ ഉണ്ടായിരുന്നു. മാച്ചു പിച്ചു ഇവിടെയാണ് വരുന്നത്. 3500 മീറ്റർ ഉയരത്തിലുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ്. ജ്വല്ലറികൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് ലാൻഡ് കൊടുക്കുമായിരുന്നു. ക്യൂബ് എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റം ഇവർക്കുണ്ടായിരുന്നു. സ്പാനിഷ് കോളനൈസേഷനോടുകൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. 1 മണിക്കൂറിനകം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇത് സിമ്പിൾ ചാപ്റ്റർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ മനസ്സിലായോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ എന്തെങ്കിലും കമൻ്റായിട്ട് പറയണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്റർ ഇതുപോലെ 1 ഷോട്ടിൽ നമുക്ക് തീർക്കാം. പരീക്ഷ ആകാറായി അറിയാം. സോ മാക്സിമം സ്പീഡിൽ തന്നെ നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആയിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.